നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. കമൽ സാറിനെ വിളിച്ചപ്പോൾ തന്നെ വിവേകാൻ വയറിലാന്നുള്ള ഫിലിമിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വിളിച്ചപ്പോൾ തന്നെ സാറ് ഫസ്റ്റ് പറഞ്ഞ് ഷൈൻ്റെ 100ാമത്തെ പടം ഉണ്ടാകും. ഞാനിപ്പോൾ ഒന്നോണം പറയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഷൈനൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷൈൻ ഇങ്ങനെ ഓടി വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഉള്ളൊരു ചേട്ടൻ വന്നിട്ട് എന്നോട് ചോദിച്ച്, ആ അസിസ്റ്റൻ്റ് ഡയറക്ടറിന് ഇവിടെ കിലോമീറ്ററിനാണോ പൈസ എന്ന്. അതേപോലെ ഓടി കിടന്ന് വർക്ക് ചെയ്യണം. ആ ഓട്ടം ഇപ്പോഴും നിന്നിട്ടില്ല ഷൈൻ്റെ. ആ ഓട്ടം ഓടി ഓടി ഇപ്പോൾ 100ാമത്തെ പടം വരെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫിലിമും ഓടി ഓടി 100ന് മേലെ ഓടിക്കൊണ്ടിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ കമൽ സാറിനോട് ഞാനും ഷൈനും അസിസ്റ്റൻ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഒരു പടത്തിൽ. ആഷിഖ് ഭായി അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. ഞങ്ങൾ രണ്ടുപേരും അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നത് ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ആ പടത്തിൽ. വാപ്പയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ കമൽ സാറ് നമ്മളെ കുടുംബത്തിൽ തന്നെയുള്ള എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠനാണ്. പണ്ട് ഫിലിമിൽ വരുന്നതിനു മുമ്പ് ആദ്യം ചോദിക്കും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, കൊടുങ്ങല്ലൂർ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓടിപ്പോകും. കാരണം ചാൻസ് ചോദിക്കാൻ വേണ്ടിയല്ല, അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു ചാൻസ് വന്നു. പക്ഷേ കുടുംബത്തിൽ നിന്ന് ഓരോ പടത്തിൽ ഓരോരുത്തർ എടുക്കുള്ളൂ. അന്ന് എന്നെക്കാട്ടി 2 മാസം മൂത്താണ് എൻ്റെ ഒരു വേറെ ബ്രദറുണ്ടായിരുന്നു, ഷംജു എന്ന് പറഞ്ഞിട്ട്. ഷംജുവിന് സെലക്ഷൻ കിട്ടി, എനിക്ക് കിട്ടില്ല. ഞാൻ നേരെ ഫാസാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെയായിരുന്നു എൻ്റെ സിനിമാ ജീവിതത്തിന് തുടക്കം. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. നമ്മുടെ ട്രയൽ ലോഞ്ചിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു സൗബിനിക ഒറ്റയ്ക്ക് ആ ട്രയൽ ലോഞ്ച് ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളെ കൂടി വിളിക്കേണ്ടി വരും എനിക്ക്. ആ ഓട്ടക്കാരനെ വിളിച്ചാൽ നമുക്ക് ഓടിയോ. സസ്പെൻസ് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ പൊളിച്ചു, പല രീതിയിൽ പൊളിഞ്ഞു. ആദ്യം തന്നെ 100th ഫിലിം എന്ന് പറഞ്ഞിവിടെ കാണിച്ചു. അത് മാത്രമല്ല, ഇവിടെ ചാക്കോച്ചനും എല്ലാവരും പറഞ്ഞു. സത്യത്തില് നമ്മളെല്ലാവരും അത്ഭുതം. ഷൈൻ എന്നോട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞത് ഞാൻ അഭിനയിക്കുന്ന 100ാമത്തെ സിനിമയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 38 വർഷമായി സംവിധായകനായിട്ട് ഇതുവരെ 48 സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഇവിടെ ലാലു പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. കാരണം ഈ സംവിധായകർക്ക് ഇത് ഒരു പ്രശ്നമാണ്, ആക്ടേഴ്സിന് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. കാരണം അവരുടെ ഈ ഫിലിമോഗ്രാഫിയിൽ ഇങ്ങനെ എഴുതി ചേർക്കാനായിട്ട് ഒരുപാട് സിനിമ കിട്ടും. അപ്പോൾ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു, ആക്ടറായിട്ട് പല രീതിയിലുള്ള വേഷങ്ങൾ ചെയ്തു. ഇപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാനിതുവരെ 100 ചില സിനിമകളായിട്ടുള്ളൂ. അതിന് കാരണം വെച്ചാൽ ഷൈൻ ചെറുതും വലുതുമായിട്ടുള്ള ഏത് റോളും ചെയ്യും. അതിനകത്ത് യാതൊരു ഇമേജ് നോക്കലൊന്നുമില്ല. അപ്പം അതുകൊണ്ടും കൂടിയാണ് അതിൻ്റെ ഒരു സന്നദ്ധത. എനിക്ക് കിട്ടുന്ന ഏത് റോളാണ് ഞാൻ ചെയ്യാന്നുള്ളത്, അത് കോൺഫിഡൻറ്റോട് ചെയ്യാം. നല്ല ഓട്ടക്കാരനാണ്. അല്ല, അതെ, അതല്ല, അവനെ ഓടുകയാണ്, ഓരോ പടത്തിൽ അഭിനയിക്കാൻ ഓടുകയാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് ഷൈൻ. അപ്പോൾ നമ്മൾ 100ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഷൈനെ സംബന്ധിച്ചുള്ള അത്ഭുതമല്ല. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്കിലൊക്കെ എന്തൊക്കെയാണ് വലിയ വലിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പെറ്റി ജൂനിയർ എൻടിആറിൻ്റെ പടത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ട് വലിയ വലിയ റോളുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ എവിടെ ഒന്നും കിട്ടൂല, അതങ്ങ് പോകും. ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം, ഞാനിവിടെ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെക്കാൾ വലിയ സംവിധായകരായി മാറിയ ഒരുപാട് പേരുണ്ട്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. അതുപോലെ തന്നെയാണ് നടന്മാർ, ഹീറോസായിട്ട്. ഇപ്പോൾ ദിലീപിൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വന്നു. ദിലീപ് ആദ്യം ഹീറോയി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. പിന്നെ എൻ്റെ സിനിമയിൽ ഹീറോയായിട്ട് അഭിനയിച്ചു. ആ സിനിമകൾ വലിയ ഹിറ്റായി. അതൊരു ഭാഗ്യമാണ്. അതിനുശേഷം ഷൈൻ. ഇപ്പോൾ സൗബിൻ എൻ്റെ ഒരു പടത്തിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് സൗബിൻ്റെ ഫാദർ വാപ്പ നിർമ്മിച്ച സിനിമയാണ്, ബാബു ഷായർ നിർമ്മിച്ച സിനിമയാണ്. ആ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു, ഓട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അങ്ങനെ ഓടി ഓടി സൗബിൻ പല സിനിമകളിലും അഭിനയിച്ചു, സംവിധാനം ചെയ്ത സിനിമ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. മറവാ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട്. കാരണം ആദ്യത്തെ സിനിമ തന്നെ എന്ത് മനോഹരമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്നു. അപ്പം എൻ്റെ കൂടെ പഠിച്ചതിന് ഒരു സിനിമയുണ്ടെങ്കിൽ പോലും, കുറച്ചുള്ളെങ്കിൽ പോലും സൗബിനെ കഴിവ് വിളിച്ചു. പക്ഷെ അതിനുശേഷം സൗബിൻ രാജു രവി പോലെ വലിയ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ എല്ലാ മേഖലയിലും തിളങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കിത് എങ്ങനെ ഈ ചടങ്ങ് ഇത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം സൗബിനെ നമ്മൾ തീർച്ചയായിട്ടും ഈ 100ാം സിനിമയുടെ ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ വേദിയിൽ വെച്ചിട്ട് സൗബിനോട് ആദരിക്കാന്നൊക്കെ പറയുന്നത് ഇത്തരം പോർ പരിപാടിയല്ല. കാരണം അങ്ങനെയല്ല, ആദരിക്കാല്ല, ഷൈനോടൊപ്പം നമ്മളെല്ലാവരും കൂടി പങ്കുചേരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ കിട്ടുന്നതാണ്. എൻ്റെ സിനിമയിൽ ഷൈനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ ഉണ്ട്. അല്ലേ? അതിലേക്ക് നമ്മൾ വരേണ്ടത്. ആദ്യം ഞാൻ
അവരെയൊക്കെ വിളിക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരെയും വിളിക്കുന്നതിന് മുമ്പ് ഷൈൻ്റെ ഡാഡിയും മമ്മിയുണ്ട്, അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചാക്കോനെ, മരിയ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം വിവേകാനന്ദന്റെ ഈ കുടുംബത്തിലേക്ക്, കമൽ സാറിന്റെ കുടുംബത്തിലേക്ക് ആദ്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷൈൻ ടോം ചാക്കോയുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ ചാക്കോ സാറിനെയും മരിയ ടീച്ചറെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവർ ഈ വേദിയിൽ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. അതായത് എൻ്റെ വൈഫ് പൊന്നാനി എംഎസ് കോളേജിലെ അധ്യാപികയായിരുന്നു, ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു. വൈഫിന് ജോലി കിട്ടി. അപ്പോൾ ഞാനൊന്ന് അസോസിയേറ്റ് ഡയറക്ടർ, ഞാൻ ഡയറക്ടറായിട്ടില്ല. ആദ്യം ജോലി കിട്ടി, കോളേജ് കഴിഞ്ഞ് ഇറങ്ങി നേരെ ജോലി കിട്ടുകയാണ്. പൊന്നാനി എംഎസ് കോളേജിൽ വന്ന് ഞങ്ങളൊരു വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു. ആ വീടിൻ്റെ ഒരു ചാക്കോ ടീച്ചറും താമസിച്ചിരുന്ന വീട്. ഷൈന ചെറിയ കുട്ടിയാണ്. പിന്നെ അതിനുശേഷം എനിക്ക് കുട്ടിയുണ്ടായി, ജനൂസ് മുഹമ്മദ് എൻ്റെ മകൻ. ഇവർ രണ്ടുപേരും കളിക്കൂട്ടുകാരായിരുന്നു, ഷൈനും ജനൂസും. ജനൂസിന് ഇവിടെ വരാൻ പറ്റില്ല, കാരണം ജനൂസ് ഇപ്പോൾ ഒരു തെലുങ്ക് പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, കാരണം അവർ നാളെ അവിടെ ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് അവരോട് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർ കളിക്കൂട്ടുകാരായിരുന്നു. ഷൈനും ജനൂസും ഒരുമിച്ച് കളിക്കുക, ഇവരുടെ വീട്ടിലേക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ തുടങ്ങിയ ഒരു വലിയ ബന്ധമാണ് ചാക്കോ ടീച്ചറുമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഷൈന് 100 സിനിമ തയ്ക്കും. അത് എൻ്റെ സിനിമയിൽ തന്നെ ആകാമെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം ഷൈൻ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നത് നമ്മൾ എന്ന് പറയുന്ന സിനിമയിലൂടെ. അന്ന് നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ വന്നു. അതിനുശേഷം ഗദ്ദാമ എന്ന് പറയുന്ന സിനിമ 2011 റിലീസ് ചെയ്യുന്നത്. ഈ 2011 ശേഷം ഇപ്പോൾ 13 വർഷത്തിനുള്ളിലാണ് 100 സിനിമ തയ്ച്ചിട്ടുള്ളതെന്ന് കൂടി ആലോചിക്കും. അങ്ങനെ ഈ വലിയ എന്താ പറയുക, ഇത് 3 ഒരു മൈൽ സ്റ്റോൺ നമ്മൾ പറയില്ലേ, ഈ മൈൽ സ്റ്റോൺ 3 എൻ്റെ സിനിമയിലായത് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷൈൻ്റെ ഈ എന്താ പറയുക, ഈ സന്തോഷം പങ്കുവയ്ക്കുന്ന വേദിയിൽ അതിനു മുമ്പ് നമ്മൾ ക്യാമറമാരെ വിളിക്കണം, ടീച്ചർ ഒന്നുമില്ല. കാത്തിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ കുറിച്ച് നിങ്ങളുടെ എന്ത് പറയുന്നു ഞങ്ങൾക്ക് അറിയണമല്ലോ. ഒരു വാക്ക്.